Hello students, welcome back to XNY Learning. A square and a cube എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഏത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഇപ്പോൾ ചെക്ക് വെദർ 216 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 312 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലെങ്കിൽ പെർഫെക്റ്റ് ക്യൂബ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും ആക്കി മാറ്റാൻ ഏത് നമ്പർ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഏത് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പഠിക്കണം, എന്താണ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും പഠിക്കണം. ഇനി സ്ക്വയറും ക്യൂബും ഒന്നും അല്ലെങ്കിൽ എങ്ങനെ അതാക്കി മാറ്റാം എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഒരു നമ്പർ സ്ക്വയർ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നമ്മൾ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ ആയിരിക്കും സ്ക്വയർ ആണോ ക്യൂബ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് എന്താ അറിഞ്ഞിരിക്കണം, ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. യെസ്, ഏതാണ് എക്സാമ്പിൾ? ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. 144. യെസ്, റെഡ് വേണ്ട, നമുക്ക് എന്താക്കാം, യെല്ലോ മതി. യെസ്, 144 എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമ്മൾ 144 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ക്വയർ ആണോ എന്ന് ഞാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? നമുക്കറിയാം 144 12ന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സപ്പോസ് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് അറിയാത്തൊരു നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈം ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒരു നമ്പറിനെ പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതുന്നതാണ് എന്ത്, പ്രൈം ഫാക്ടറൈസേഷൻ. ഇവിടെ പ്രൈം ഫാക്ടർ എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഏതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ്? 2, 3, 5, 7, 9 ഇല്ല 7, 11, 13, 17 അങ്ങനെ പോകുന്ന നമ്പേഴ്സാണ് ഏത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രൈം നമ്പേഴ്സിന് എന്തേ ഉണ്ടാവുള്ളൂ, ആ നമ്പറും പിന്നെ 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. 2 എടുത്ത് നോക്കിയാൽ 2ഉം 1ഉം മാത്രമേ 2ന്റെ ഫാക്ടേഴ്സ് ഉള്ളൂ. 3ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 1ഉം. 5നോ 5 and 1, 7ന് 7 and 1. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ നമ്പേഴ്സിന് എന്തേ ഉണ്ടാവുള്ളൂ, ആ നമ്പറും പിന്നെ 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതാണ് പ്രൈം നമ്പേഴ്സ്. ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒരു നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ആ നമ്പറിനെ? ഈ ഓർഡറിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. ഇങ്ങനെ ഈ ഓർഡറിൽ തന്നെ ചെക്ക് ചെയ്ത് പോകണം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, 3 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള നമ്പർ ആണെങ്കിൽ ഇവിടെ 2ന് പകരം എന്ത് ചെയ്താൽ 3 എന്ന് എഴുതാം. ഓക്കെ, ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ ഡിവിഷൻ കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ 144നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതേപോലെ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിജിറ്റ്സ് ആഡ് ചെയ്താൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ ഡിവിസിബിലിറ്റി ഒക്കെ നോക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവിസിബിലിറ്റിയിൽ കൺഫ്യൂഷൻസും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. യെസ്, അപ്പോൾ ഇവിടെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 14/2 എത്രയാ? 14/2 7 ആണ്. ഓക്കെ, 4/2 എത്രയാ? 4/2 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ 72 ആണ് എന്ത് 144/2 എന്ന് പറയുന്നത്. 72 എഗെയിൻ അടുത്തത് എന്താ, 3 കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത്? അല്ല, എഗെയിൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് 2 എന്നുള്ള നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എഗെയിൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. യെസ്, ഇവിടെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2 തന്നെ എഴുതാം. 7/2 എത്രയാ? 7/2 എന്ന് പറയുന്നത് 3 ആണ്. 3 × 2 6 ആണ് കിട്ടുക. 6 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 റിമൈൻഡർ ഉണ്ടാവും. 12. അപ്പോൾ ആ 1ഉം ഈ 2ഉം കൂടെ 12 ആവും. 12ൽ എത്ര ടൈംസ് ഉണ്ട്? 2 6 ടൈംസ് ഉണ്ട്. അപ്പോൾ 36 എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ ചെക്ക് ചെയ്യുക 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം അടുത്ത നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? 36. 3ൽ 1 ടൈം, ബാക്കി 1 റിമൈൻഡർ ഉണ്ടാവും. 16ൽ 8 ടൈംസ് 18. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 36/2 ചെയ്യുമ്പോൾ 18 കിട്ടും, 18/2 ചെയ്യുമ്പോൾ 9 കിട്ടും. പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ നമ്പേഴ്സ് വരുമ്പോൾ, നമുക്ക് അറിയാത്ത നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം? 3ൽ എത്ര ടൈംസ് ഉണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. ഇനി 18/2 ചെയ്യുമ്പോൾ അഗെയിൻ നമുക്ക് 9 എന്ന് കിട്ടും.
9 എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി 9 ഈസ് നോട്ട് എൻ ഈവൻ നമ്പർ. 9 നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത നമ്പർ എടുക്കുക. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ്, 9 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. യെസ്, അവസാനം ഒരു പ്രൈം നമ്പർ കിട്ടിയാൽ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എന്ത് ചെയ്യാം? അവിടെ എൻഡ് ചെയ്യാം. ഇനി ഈ 144 എന്നുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 144 എന്നുള്ള നമ്പറിനെ 144 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടെയുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താ? മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എഴുതാ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 2 വന്നു. അഗെയിൻ 3 ഇൻറ്റു 3, അപ്പോൾ ഇൻറ്റു 3 ഇൻറ്റു 3. ഇതാണ് എന്ത്? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. 144നെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. യെസ്, ഇനി ഈ 144 പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യും? ഒന്നുമില്ല, ഈസിയാണ്. ഇതിലുള്ള നമ്പേഴ്സ്, ഇതിലുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2 and 3 ആണ് ഇവിടെയുള്ള ഫാക്ടേഴ്സ്. 2ഉം 3യുമാണ് ഇവിടെയുള്ള ഫാക്ടേഴ്സ്. അതിനെ പെയർ ചെയ്ത് എഴുതണം. അതായത് ഈ 2നെ നമുക്ക് ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റണം. 2 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റണം. എഗെയിൻ 2നെ നമുക്ക് 2 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. 3നെയും 2 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാത്തിനെയും നമുക്ക് 2 ആളുള്ള ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. 2 ആളുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ 2 ആൾക്കാരും സെയിം നമ്പേഴ്സ് ആയിരിക്കണം, സെയിം ഫാക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ 2നെ നമുക്ക് 2 ആളുള്ള ഒരു ഗ്രൂപ്പ് ആക്കി. എഗെയിൻ 2 2 എണ്ണം കൂടെ ഉണ്ട്, അതിനെയും ഗ്രൂപ്പ് ആക്കി. 3 2 എണ്ണം ഉണ്ട്, അതിനെയും ഗ്രൂപ്പ് ആക്കി. അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു നമ്പർ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് 144 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, ഇങ്ങനെ പെയർ ചെയ്ത് നോക്കിയാൽ മതി. ഈ സപ്പോസ് നിങ്ങൾ ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഇവിടെ അവസാനം എന്ത് വന്നു? ഒരു 4 വന്നു. അല്ല സോറി, 4 വരില്ല. 4 എന്താ? 4 പ്രൈം നമ്പർ അല്ല. അവിടെ എന്ത് വന്നു? ഒരു 5 വന്നു. 5, യെസ്, ഇവിടെ ഒരു 5 വന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇവിടെ ഒരു 5ഉം കൂടെ ഉണ്ടാവും, ഇൻറ്റു 5 എന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഇൻറ്റു 5 എന്ന് വരുമ്പം നമുക്ക് എന്ത് സംഭവിക്കും? 5ന് പെയർ ചെയ്യാൻ അവിടെ ആരില്ല, 5 ഇല്ല. ഒരു 5ഉം കൂടെ വേണ്ടേ പെയർ ചെയ്യണമെങ്കിൽ? അങ്ങനെ പെയർ ചെയ്യാൻ ആളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ ഏത് നമ്പർ ആണോ തന്നിട്ടുള്ളത് ആ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ഓക്കെ, അപ്പം ആ തന്നിരിക്കുന്ന നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ നമ്പറിനെയും നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവണം? സെയിം നമ്പർ അവിടെ ഉണ്ടാവണം. ഇവിടെ ഒരു ഇൻറ്റു 5ഉം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ 2 എണ്ണത്തിനെയും പെയർ ചെയ്തിട്ട് തന്നിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഏത് നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് ഇത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഓരോ പെയറിനും ഓരോ ആൾക്കാരെ എടുക്കാം. 2 ഇൻറ്റു ഇതിൽ നിന്ന് ഞാനൊരു 2 എടുത്തു, ഇതിൽ നിന്ന് ഒരു 2 എടുത്തു, ഇതിൽ നിന്ന് ആരെടുക്കുക? ഒരു 3 എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 അതിനെ ഒരു സെറ്റായിട്ട് എഴുതാം. ഇൻറ്റു ബാക്കി നമ്പേഴ്സ് ഏതൊക്കെയാ? സെയിം തന്നെ ആയിരിക്കും. 2 ഇൻറ്റു 2 ഇൻറ്റു 3 അതിനൊരു സെറ്റായിട്ട് എഴുതാം. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 അതാണ് ഈ നമ്പർ. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 3ൻ്റെ സ്ക്വയർ ആണ് ഈ നമ്പർ എന്ന് പറയാം അല്ലേ? ഈ സെയിം നമ്പർ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതിന്റെ സ്ക്വയർ ആണ് ഈ നമ്പർ. അപ്പോൾ ഏതാണ് ഈ നമ്പർ? 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു 3 12 ആണ്. 12ന്റെ സ്ക്വയർ ആണ് ഏത് നമ്പർ എന്ന് പറയുന്നത്? 144 എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് ഏതിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചൂടെ? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്തുകൂടെ? ആണ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. യെസ്, ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചെറിയ എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഞാൻ 216 എന്നുള്ള എക്സാമ്പിൾ എടുത്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. 216 എനിക്കൊരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ ഞാൻ ചെക്ക് ചെയ്യാം? എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? 216നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഇതെന്താണ്? ഈവൻ നമ്പർ ആണ്. 2 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? എത്ര കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കുക. 2ൽ 2 1 ടൈം അല്ലേ? 2ൽ 1 ടൈം, 1ലില്ല. ഓക്കെ, അപ്പോൾ 0. 16ൽ എത്രയാ? 16ൽ 8 ടൈംസ്. അപ്പോൾ 108 എന്ന് കിട്ടും. 108/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 എന്ന് കിട്ടും. 54/2 അഗെയിൻ ചെയ്യുമ്പോൾ 27 എന്ന് കിട്ടും. 27നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത നമ്പർ ഏതാ? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് 27/3 നമുക്ക് എത്രയാണ് കിട്ടുക? 9 എന്ന് കിട്ടും. 9 അഗെയിൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 3 എന്ന് കിട്ടും. അപ്പോൾ 216നെ നമുക്ക് എങ്ങനെ പറയാം? 216 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു അഗെയിൻ 2 ഇൻറ്റു 2, യെസ്, ഇൻറ്റു പിന്നെ എന്തുണ്ട്? 3 ഇൻറ്റു 3 ഇൻറ്റു 3
3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ ഇത് പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഇവിടെ ഇങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ? 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ടോ? 2 എന്നുള്ള നമ്പറിനെ 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കി, 3 എന്നുള്ള പ്രൈം ഫാക്ടറിനെ 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ആക്കി, അങ്ങനെ 3 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് നമ്പർ ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി 3 എണ്ണം ആക്കാൻ ഇവിടെ ഒരു ഇൻറ്റു 4 എത്രയാ? ഇൻറ്റു പിന്നെ 4 തന്നെ ഇൻറ്റു 5 ഇൻറ്റു 5. 2 5ഉം കൂടെ അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ നമ്പർ ആയിരിക്കില്ല, ഒരു 2 5ഉം കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നമ്പർ, ഈ ടോട്ടൽ ആയിട്ട് വരുന്ന നമ്പർ എന്തായിരിക്കില്ല? പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഒരു 5ഉം കൂടെ ഞാൻ ആഡ് ചെയ്താലോ, ഇൻറ്റു 5ഉം കൂടെ ചെയ്താൽ ഇതിനെയും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നോക്കുക, എങ്ങനെയാണ് പെർഫെക്റ്റ് ക്യൂബ് എന്ന് നോക്കുക എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. യെസ്, പക്ഷേ ഇനി ഇതിന്ന് ഈ ഒരു നമ്പറിൽ നിന്ന് നമ്മൾ ഏത് നമ്പറിന്റെ ക്യൂബ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷന് ഏത് നമ്പറിന്റെ ക്യൂബ് ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്ത് ചെയ്താൽ മതി? ഇതിലൊരാൾ എടുക്കുക, ഇതിന്ന് ഒരാൾ എടുക്കുക. 2 ഇൻറ്റു 3. യെസ്, അതൊരു പെയറാക്കി. ഇതിന്ന് അടുത്ത ആളെടുക്കുക, 2 ഇൻറ്റു 3 ഇൻറ്റു ഉണ്ട്. എഗെയിൻ അടുത്തത് 2 ഇൻറ്റു 3. യെസ്, അപ്പോൾ ഓരോ പേരിന്നും ഓരോരുത്തരെ എടുത്തിട്ട് ഇങ്ങനെ 2 ഇൻറ്റു 3 2 ഇൻറ്റു 3, ഇവിടുന്ന് 2 ഇൻറ്റു 3, ഇവിടുന്ന് 2 ഇൻറ്റു 3, ഇവിടുന്ന് 2 ഇൻറ്റു 3. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 3 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. യെസ്, 2 ഇൻറ്റു 3ന്റെ ക്യൂബ് ആണെന്ന് കിട്ടും. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 6. അപ്പോൾ 6ന്റെ ക്യൂബാണ് ആര്? 6 ക്യൂബാണ് 216 എന്ന് നമുക്ക് ഈസി ആയിട്ട് അവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. സ്ക്വയറിന്റെയും ക്യൂബിന്റെയും എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കിക്കോ. ഈസ് 176 എ പെർഫെക്റ്റ് സ്ക്വയർ? 176 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ ചെക്ക് ചെയ്യണം. ഇഫ് നോട്ട്, ഫൈൻഡ് ദി സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 176 പെർഫെക്റ്റ് സ്ക്വയർ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 17/2. 17/2 എത്രയാ? 8 ആണ് അല്ലേ? 2 ഇൻറ്റു 8 16. 16ഉം 1 റിമൈൻഡർ ഉണ്ടാവും. 1ഉം 6ഉം 16. 16ൽ അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 8 എന്ന് കൊടുക്കാം. 16ൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്ന് കിട്ടും. അപ്പോൾ 176/2 ചെയ്യുമ്പോൾ നമുക്ക് 88 കിട്ടും. എഗെയിൻ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 കിട്ടും. എഗെയിൻ ബൈ 2 വി ഗെറ്റ് 22. എഗെയിൻ ബൈ 2 വി ഗെറ്റ് 11. യെസ്, അപ്പോൾ 176 എന്നുള്ള നമ്പർ നമുക്ക് എങ്ങനെ പറയാം? 176 ഈസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു ആരും കൂടെ ഉണ്ട്? 11 കൂടെ ഉണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 176 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. കാരണം എന്താ? 11 അവിടെ പെയർ ഉണ്ടോ? 11നെ പെയർ ചെയ്യാൻ വേറൊരു 11 ഉണ്ടോ? ഇല്ല. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്? 2നെ പെയർ ചെയ്യാൻ ഒരു 2 ഉണ്ട്, അടുത്ത 2നെ പെയർ ചെയ്യാൻ അടുത്തൊരു 2 ഉണ്ട്. 11നെ പെയർ ചെയ്യാൻ അവിടെ ആരില്ല, ഒരു 11 ഇല്ല. സോ 176 എന്താണ്? നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഏത് നമ്പർ വെച്ചിട്ട് നമ്മൾ ഏത് ചെറിയൊരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി നമ്മൾ മാറ്റണം. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു ഇവിടെ 11 ആണ് പെയർ ഇല്ലാത്തത്. ഇൻറ്റു ഒരു 11 കൂടെ കൊടുത്താൽ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഈ ഒരു സൈഡിൽ 11 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 176നും ഇൻറ്റു 11 ചെയ്യണം. അപ്പോൾ 176 ഇൻറ്റു 11 എന്ന് ചെയ്ത് കിട്ടുന്ന നമ്പർ ആയിരിക്കും എന്ത്? അവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇവിടെ നമുക്ക് ഇങ്ങനെ പെയർ ചെയ്തുകൊണ്ട് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. So to make 176 a perfect square, 176നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 11. 11ഉമായിട്ട് എന്ത് ചെയ്താൽ മതി? 11 എന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഏതായിരിക്കും ആ നമ്പർ? ഏതായിരിക്കും ആ പെർഫെക്റ്റ് സ്ക്വയർ? 176 ഇൻറ്റു 11 ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 17. ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? 1760 പ്ലസ് 176 ചെയ്താൽ മതി. 6ഉം 7ഉം 13 1 9 1936. 1936 ആയിരിക്കും ഇവിടെ നമ്മൾ 11 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. യെസ്, ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചായിരുന്നു. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചോദിച്ചിരുന്നെങ്കിലോ?
സെയിം ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്ലൈഡ് മാറ്റിയിട്ട് ഡിവൈഡഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇത് എങ്ങനെയായിരുന്നു? ഒറ്റ 11 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 11 അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പെയറില്ലേ? 11 ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പെയറുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ by which it should be divided to get a perfect square എന്ന് ചോദിച്ചിരുന്നെങ്കിലും 11 തന്നെയായിരിക്കും ആൻസർ വരിക എന്ന് മനസ്സിലാക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, by what smallest number should 216 be divided so that the quotient is a perfect square? Also find the square root of the quotient. അപ്പോൾ 216 നമ്മൾ എന്ത് ചെയ്ത് നോക്കാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 1 എന്ന് കിട്ടും. 16 1ൽ 0, 16ൽ 8. യെസ്, 108/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 54. അഗെയിൻ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 27. 27 2 ഇല്ല, 3 ആണ്. 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 3 3. ദാറ്റ് മീൻസ് 216 is equal to. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ കുറേ നമ്പേഴ്സ് എടുത്തിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആ കാൽക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കൂടുതൽ നിങ്ങൾ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ 216 എങ്ങനെ എഴുതാം? 2 × 2 × 2 × 3 × 3 × 3. 216ന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. 216 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് പറഞ്ഞു. ഏതിന്റെ ക്യൂബ് ആയിരുന്നു? 6ന്റെ ക്യൂബ് ആയിരുന്നു അല്ലേ? അപ്പോൾ യെസ്. അപ്പോൾ ഇനി ഇതിനെ എന്താക്കണം? ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാ ചോദിച്ചത്. പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. 2നെ നമുക്ക് രണ്ടായിട്ട് പെയർ ചെയ്യാം. 3നെയും രണ്ടാൾക്കാരുള്ള ഗ്രൂപ്പാക്കി മാറ്റാം. പക്ഷെ ഗ്രൂപ്പില്ലാത്ത രണ്ടാളെ എഗെയിൻ ഉണ്ട്. ഈ 2ന് അവിടെ ഗ്രൂപ്പ് ഉണ്ടോ? 2ന് വേറൊരു പെയറില്ല. ഈ 3ക്ക് വേറൊരു പെയറുണ്ടോ? 3ക്ക് വേറൊരു പെയറില്ല. ദാറ്റ് മീൻസ് എന്താക്കണം? 216 എന്തല്ല? 216 നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 216 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം എന്നാ ചോദിച്ചിട്ടുള്ളത്. ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ ഏതിനൊക്കെയാ പെയറില്ലാത്തത്? 2ക്കും 3ക്കും. ആ 2 × 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? ആ 2 × 3നെ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 216 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 × 2 × 3 × 3 × 2 × 3. യെസ്, ഇങ്ങനെ നമ്മൾ പെയർ ചെയ്തു. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 2 × 3 ചെയ്താൽ മതി. ഈ 2 × 3യും 2 × 3യും ക്യാൻസൽ ആവും. അപ്പോൾ 2 × 2 × 3 × 3 അവിടെ എന്ത് കിട്ടി? നമുക്ക് കറക്റ്റ് ആയിട്ട് പെയർ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ അവിടെ 2 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 2 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 216/2 × 3, അതായത് 216/6 ആയിരിക്കും എന്ത്? 6 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. 6 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എത്ര കിട്ടും? 216 കൊണ്ട് 6 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടുക? ഇവിടെ ഏതാ കിട്ടുക? 2 × 2 × 3 × 3. ദാറ്റ് മീൻസ് 2 × 3 സ്ക്വയർ ആണ്, 6 സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. ഈസ് ഈക്വൽ ടു 36. 216/6 എത്രയായിരിക്കും? 36 ആയിരിക്കും. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ക്വോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 36ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 36ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. യെസ്, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇവിടെ നമ്മളോട് എന്ത് ചോദിച്ചു? ഡിവൈഡഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു മൾട്ടിപ്ലൈ ചെയ്യേണ്ടതും ഡിവൈഡ് ചെയ്യേണ്ടതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ബൈ വാട്ട് സ്മോളസ്റ്റ് നമ്പർ ഷുഡ് 1250 be divided so that the result is a perfect square? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ക്യൂബിൻ്റെ കേസിലും ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ക്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്യൂബിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താണോ ആൻസർ കിട്ടുന്നത് അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ഇനി ക്യൂബിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഈ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. 2 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. Is 9720 a perfect cube? If not, find the smallest number by which it should be divided to get a perfect cube. അപ്പോൾ 9720. യെസ്, അപ്പോൾ ആ നമ്പറിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് ക്യൂബ് ആണോ ചെക്ക് ചെയ്യാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. സോ 9720നെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാണ്. ആദ്യം 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. യെസ്, 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? ഇതൊരു ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നതാണ്. 9ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ്. അപ്പോൾ 8 എന്ന് കിട്ടും. റിമൈൻഡർ 1. 17ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ് ഉണ്ട്. 2 × 8 16 ആണ്. ബാക്കി റിമൈൻഡർ 1 വരും. 12ൽ 6 ടൈംസ് ഉണ്ട്. യെസ്, 12ൽ 6 ടൈംസ് അല്ലെങ്കിൽ യെസ് 120ൽ 60 ടൈംസ് ഉണ്ട്. അപ്പോൾ 4860 ആയിരിക്കും എന്ത്?
9720 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത്. എഗെയിൻ 2 വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഗെയിൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 2 ടൈംസ്, 8 4 ടൈംസ്, 6 3 ടൈംസ് 0. യെസ്, എഗെയിൻ നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഈവൻ നമ്പർ ആണ്. അപ്പോൾ 1 2 30 15. യെസ്, എഗെയിൻ എന്ത് ചെയ്യാം? 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക? 3 വെച്ചിട്ട് പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യുക. 3 വെച്ചിട്ട് പറ്റുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 1 2 1 + 2 3 ആണ്, പ്ലസ് 1 4 ആണ്, 4 + 5 9 ആണ്. 9 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സോ ഇതെന്താണ്? നമുക്ക് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 12 ഡിവൈഡ് ചെയ്താൽ 4 എന്ന് കിട്ടും. 1 ഇല്ല 0. സോ 15 എത്രയാ? 15 5 ടൈംസ്. സോ 4 0 5 എന്ന് കിട്ടും. എഗെയിൻ നമുക്ക് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 5 + 4 9 ആണ്. അപ്പോൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 1 ടൈം, ബാക്കി 10 3 ടൈംസ്, 15 5 ടൈംസ്, 135 എഗെയിൻ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 45 എന്ന് കിട്ടും. യെസ്, എഗെയിൻ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് കിട്ടുക? 45 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 15 എന്ന് കിട്ടും. എഗെയിൻ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 5 എന്ന് കിട്ടും. യെസ്, അപ്പോൾ ഇതാണ് 9720ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്? എങ്ങനെ എഴുതാം നമുക്ക്? 9720 = we can say 2 × 2 × 2. യെസ്, 2 × 2 × 2 or 2 cube എന്ന് പറയാം. 3 × 3 × 3. യെസ്, × 3 × 3 × 3. എഗെയിൻ പിന്നെ എന്തുണ്ട്? പിന്നെ ഒരു 2 3 കൂടെ ഉണ്ട്. × 3 × 3 × 3 × 3 × 5. യെസ്, ഇപ്പോൾ 2 3 പിന്നെ ലാസ്റ്റ് ഒരു 5 കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അഗെയിൻ 3 ആൾക്കാരുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ മാറ്റും എന്ന് പറഞ്ഞല്ലേ? പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? സെയിം ഫാക്ടേഴ്സിനെ 3 ആളുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റി അല്ലേ? 2നെ 3 ആളുള്ള ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റി, 3നെ 3 ആളുള്ള വേറൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റി. ഇനിയും 3 ഉണ്ട്. ആ 3നെ 3 ആളുള്ള ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാരണം അവിടെ 2 3 ഉള്ളൂ. ഇനി 3 ആക്കാൻ പറ്റില്ല. അതേപോലെ 5ഉം ഉണ്ട്. 5നെയും 3 ആളുള്ള ഗ്രൂപ്പ് ആക്കി നമുക്ക് അവിടെ എടുക്കാൻ പറ്റില്ല. സോ എന്ത് മനസ്സിലാക്കാം? ഈ 3 × 3 × 5 അവിടെ ബാക്കിയുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ ഏത് നമ്പർ ആയിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടി വരിക? ഈ നമ്പർ ആയിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഏതാണ് ആ നമ്പർ? അപ്പോൾ നമുക്ക് പറയാം 9720 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ടു make it a perfect cube, divide by 3 × 3 × 3 × 3 × 5 ആണ്. യെസ്, 3 × 3 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 3 × 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 9 × 5 ആണ്. 9 × 5 which is equal to 45. അപ്പോൾ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് മനസ്സിലായി? 45 എന്നുള്ള നമ്പർ വെച്ച് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. 45 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് അവിടുന്ന് പോവും അല്ലെ? ഈ പാർട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് 3 ആയിട്ട് അവിടെ പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, 3 ആളുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാം. ഏതിന്റെ പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കും അവിടെ കിട്ടുന്നത്? അത് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഒരാൾ എടുക്കുക, 2 എടുക്കുക, ഇതിൽ നിന്ന് 3 എടുക്കുക. 2 × 3 അതിന്റെ ക്യൂബ് ആയിരിക്കും. 6ന്റെ ക്യൂബ് ആയിരിക്കും നമുക്ക് എങ്ങനെ കിട്ടുക? ഈ ഒരു 45 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6ന്റെ ക്യൂബ് നമുക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും. വിച്ച് ഈസ് 216 എന്ന് നമുക്ക് അവിടുന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, by what smallest number should 3600 be multiplied so that the quotient is a perfect cube? Also find the cube root of the quotient. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യണം. 3600 എന്ന നമ്പറിനെ നമ്മൾ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സ്മോൾ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാണെന്ന് കണ്ടുപിടിക്കണം. സോ പ്രൈം ഫാക്ടറൈസേഷൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 ബാക്കി 16 8800. എഗെയിൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 900 എന്ന് കിട്ടും. എഗെയിൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 450 ആണ്. എഗെയിൻ 2 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 225 ആയിരിക്കും. യെസ്, 225 ആണ്. ഇത് 3 വെച്ചിട്ട് ഡിവിസിബിൾ ആണ്. കാരണം 5 + 2 + 2 9 എന്ന് കിട്ടും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഇല്ല 7. 3 × 7 21. 15 എത്രയാ? 15 5. ഇപ്പോൾ 75 എന്താണെന്ന് ചെക്ക് ചെയ്യുക. എഗെയിൻ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. വിച്ച് ഈസ് 25. 3 കൊണ്ട് ഡിവിസിബിൾ അല്ല, പക്ഷേ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. യെസ്,
3600 is equal to 2 into 2 into 2. Yes, 2 into 2 into 2. ഇനി എന്താ, ഇനി ഒരു 2 ഉണ്ട്, 3 into 3 ഉണ്ട്, into 2 into 3 into 3. പിന്നെ എന്താണ്, പിന്നെ ഒരു 5 into 5 into 5 into 5. സോ ഇവിടെ ആർക്കൊക്കെ പേരില്ലാത്തതുണ്ട് നിങ്ങൾ നോക്കാം. 2 into 2 into 2. യെസ്, അവിടെ നമുക്ക് എന്താ മൂന്നാളുള്ള ഗ്രൂപ്പാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുക, 2ന് അവിടെ പേരില്ല, 3 into 3 ഉണ്ട്, അതിലൊരു 3 ഇല്ല അല്ലേ. അതേപോലെ 5 into 5 ഉണ്ട്, അവിടെയും ഒരു 5ന്റെ കുറവുണ്ട്. യെസ്, അപ്പോൾ ഇനി നമ്മൾ 3600 എന്നതിനെ ഒരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ. ഏതായിരിക്കും ആ നമ്പർ, ഏതൊക്കെ നമ്പർ നമ്മൾ കൊടുക്കേണ്ടി വരും? ഇവിടെ 2നെ നമ്മൾ മൂന്നാളുള്ള ഗ്രൂപ്പാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഒരു 2 into 2 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. യെസ്, 3നെ അവിടെ അഗെയിൻ മൂന്നാളുള്ള ഗ്രൂപ്പ് ആക്കണമെങ്കിൽ ഒരു 3 കൂടെ നമ്മൾ കൊടുക്കണ്ടേ, അപ്പോൾ into 3 കൂടെ ചെയ്യണം. 5നെയും മൂന്നാളുള്ള ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ 5നെയും മൂന്നാൾക്കാരുള്ള ഗ്രൂപ്പ് ആക്കണമെങ്കിൽ ഒരു 5 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈ ഒരു നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇവിടെ ഈ 2ഉം ഈ 2 കൂടെ മൂന്നാളുള്ള ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റുള്ളൂ. ഈ 2 3ഉം ഈ 3ഉം കൂടെ മൂന്നാളുള്ള ഗ്രൂപ്പ് ആക്കി മാറ്റാൻ പറ്റും. ഈ 2 5ഉം ഈ 5ഉം കൂടെ മൂന്നാളുള്ള ഗ്രൂപ്പ് ആക്കി അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സോ ഏതാണ് ആ നമ്പർ? നമുക്കറിയാം 3600 is not a perfect cube. To make 3600 a perfect cube ആക്കിയിട്ട് മാറ്റാൻ multiply with 2 into 2 into 3 into 5 which is equal to 2 into 2 into 3 into 5 എന്ന് പറഞ്ഞാൽ 4 into 3 12 ആണ്. 12 into 5 5 into 12 എത്രയാ? Yes, we know 60. ഏത് നമ്പർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഈ 3600 തന്നെ നമ്മളൊരു പെർഫെക്റ്റ് ക്യൂബ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 360 എന്നുള്ള നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാണ് ചോദിച്ചത്. ഏത് സ്മോളസ്റ്റ് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താലാണ് നിങ്ങൾക്ക് അത് പെർഫെക്റ്റ് ക്യൂബ് ആക്കി മാറ്റാൻ പറ്റുക എന്ന് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്പർ ചേഞ്ച് ആയില്ലേ? കാരണം എന്താ, ഈ ടോട്ടൽ ആയിട്ടുള്ള ഈ നമ്പേഴ്സ്, ഈ മൊത്തം നമ്പേഴ്സ് അവിടുന്ന് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇതിനൊരു പെർഫെക്റ്റ് ക്യൂബ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യൂബിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഡിവിഷൻ ചോദിച്ചാലും മൾട്ടിപ്ലിക്കേഷൻ ചോദിച്ചാലും ചിലപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. സോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയിട്ട് തന്നെ അത് കണ്ടുപിടിക്കുക. സോ ഈ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 8788 must be divided so that the quotient is a perfect cube. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ സ്ക്വയറിന്റെ കേസിൽ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. ക്യൂബിന്റെ കേസിലും ഒരു ക്വസ്റ്റ്യനും കൂടെ തരാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് സ്ക്വയറിന്റെ ആൻസർ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക, ക്യൂബിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ട് അതും കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഇനി ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഇതേപോലെ സംശയമുള്ളതുണ്ട്, അത് കുറെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഒക്കെ ഉള്ള ചാപ്റ്റേഴ്സോ ടോപ്പിക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. അതിലുള്ള ഡിസ്കഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാംസ് ഒക്കെ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.